നമസ്കാരം. 550 സ്ക്വയർ ഫീറ്റ് വീട് പണിയുടെ അഞ്ചാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് 4 ഭാഗങ്ങൾ ഈ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ഫൗണ്ടേഷൻ തൊട്ട് റൂഫ് സ്ലാബ് വരെയുള്ള വർക്കുകളാണ് ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തത് ഇതേപോലെ ഇതിൻ്റെ റൂഫ് സ്ലാബ് കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കോസ്റ്റും സംബന്ധിച്ചുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. ഈ വീടിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതേപോലെ ബണ്ട് കെട്ടി, അതായത് വരമ്പ് വെച്ച് നമ്മൾ വെള്ളം ഒരു 14 ദിവസം നമ്മൾ വെള്ളം നിർത്തിയിരുന്നു. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഡീ ഷട്ടറിങ് സ്റ്റാർട്ട് ചെയ്തത്. തട്ട് ഇളക്കി മാറ്റുന്നത് സാധാരണ നമ്മൾ 14 ദിവസം തൊട്ട് 21 ദിവസം കഴിഞ്ഞ ശേഷമാണ് നമ്മളതിൻ്റെ ഡീ ഷട്ടറിങ് ചെയ്യുന്നത്. ഈ വീടിൻ്റെ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഈ വീട് നമ്മൾ ഏകദേശം ഒരു 550 സ്ക്വയർ ഫീറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഒരു 9 ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് ഈ ഒരു ലെവലായിരിക്കുകയാണ്. നമ്മളിതിന് ഡീ ഷട്ടറിങ് ചെയ്തു, അതിൻ്റെ മുകളിലുള്ള പാരപ്പറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് കൺസീൽഡ് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് ഇലക്ട്രിക്കൽ ബോക്സ് വെച്ച് അതിൻ്റെ പൈപ്പിൻ്റെ വർക്കുകളാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മളിതിൻ്റെ തറ നല്ലപോലെ മണ്ണ് ലെവൽ ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്ത ശേഷം ഫ്ലോറ് കോൺക്രീറ്റിങ്ങും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വർക്ക് എന്ന് പറയുന്നതിന് നമുക്ക് പ്ലാസ്റ്ററിംഗ് ആണുള്ളത്. അപ്പം ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് വർക്ക് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് അകത്തുള്ള ഇൻസൈഡ് പ്ലാസ്റ്ററിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ സീലിംഗ് പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്യുന്നത്. അതിന് ശേഷം വാൾ പ്ലാസ്റ്ററിംഗ്, പിന്നീട് ഇതിൻ്റെ ഔട്ട് സൈഡ് പ്ലാസ്റ്ററിംഗ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകം നമുക്കൊന്ന് നോക്കാം. ഇതിപ്പം സിറ്റ് ഔട്ടാണ്. നമ്മളിതിൻ്റെ പ്ലാന് ഫുള്ളായിട്ട് ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻസൈഡ് ഭാഗം നമുക്കൊന്ന് നോക്കാം. അത് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ മെയിൻ ഡോറ് കയറി നമ്മൾ ചെല്ലുന്നത് ഒരു ഹോളാണ്. ഹോളെന്ന് പറഞ്ഞാൽ ചെറിയ സൈസിലുള്ള 360 by 360 സൈസിലുള്ള സെൻറ്റിമീറ്റർ സൈസിലുള്ള ഒരു റൂമാണ്. അത് അവിടുന്ന് നമുക്ക് 2 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂം, ഒരു കോമൺ ടോയ്ലറ്റ്, അതേപോലെ കിച്ചൺ. ഇത്രയും ഭാഗങ്ങളാണ് ഈ വീടിനുള്ളത്. നമ്മളിപ്പോൾ ഇതിൻ്റെ കൺസീൽഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലോർ ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമാണ്. നമ്മൾ ഇതിനകത്ത് മിനിമം രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ പോയിൻ്റ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നതിനെ പറ്റി ഒന്ന് പറയാം. ഇതിനകത്ത് ഒരു ബെഡ്റൂമിൽ 2 ലൈറ്റ് പോയിൻ്റ്, ഒരു ഫാൻ പോയിൻ്റ്, 2 പ്ലഗ് പോയിൻ്റ്, 6 ആംസിൻ്റെ 2 പ്ലഗ് പോയിൻ്റ്, ആ രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റിലാണെങ്കിൽ നമ്മൾ ഒരു ലൈറ്റ് പോയിൻ്റ്, ഒരു എക്സോസ്റ്റ് ഫാൻ പോയിൻ്റ്, ആ രീതിയിലാണ് ഇലക്ട്രിക്കൽ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സീലിംഗ് വർക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ സ്കാഫോൾഡിങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ സീലിംഗ് പ്ലാസ്റ്ററിങ് തൊട്ടാണ് ഇതിൻ്റെ പ്ലാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ കിച്ചണാണ്. കിച്ചണിൽ നമ്മളിതിൻ്റെ കൗണ്ടർ ടോപ്പ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. കിച്ചണിൽ നമ്മൾ മിനിമം രീതിയിലാണ് ഇലക്ട്രിക്കൽ പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഒരു ഫാൻ പോയിൻ്റ്, 2 6 ആംസിൻ്റെ പോയിൻ്റ്, 2 16 ആംസിൻ്റെ പോയിൻറ്റ്സ്, ഒരു എക്സോസ്റ്റ് ഫാന്, ഇത്രയും പോയിൻറ്റുകളാണ് നമ്മൾ കിച്ചണിലും കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്ന ഒരു ഡോറാണ്. ഇതുവരെ നമുക്ക് ഈ വീടിനായ കോസ്റ്റിനെ പറ്റി മുൻപ് വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇതിൻ്റെ റൂഫ് കാസ്റ്റിംഗ് വരെയുള്ള ചിലവുകളാണ് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചത്. ഇനി നമുക്കിതിൻ്റെ പ്ലാസ്റ്ററിങ്ങും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി എക്സ്പെൻസിനെ പറ്റി അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതാണ്. ഈ വീടിൻ്റെ മുൻപ് ചെയ്ത ഭാഗങ്ങളെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ കമൻ്റായിട്ട് വന്നു. അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ കമൻ്റായിട്ട് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനിയും വരുന്ന വീഡിയോകളിൽ ബാക്കിയുള്ള ഭാഗങ്ങളെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഒരു കുറഞ്ഞ ഏരിയയിലും അതേപോലെ ഒരു കുറഞ്ഞ ബഡ്ജറ്റിലും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ തുടർന്ന് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ വർക്ക് തീരുന്ന മുറയ്ക്ക് നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുകയാണ്. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.